കരയിൽ കയറ്റിക്കിടത്തിയ അബ്ദുൾ അസീസിന്റെ വിരങ്ങളിച്ച ജഡത്തിനു മുന്നിൽ സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജ് തന്റെ തൊപ്പിയൂരി തലകുനിച്ചു നിന്നു. വീണ്ടും അത് തലയിൽ തന്നെ ഉറപ്പിച്ച് ജയരാജ് അടുത്തു നിന്നിരുന്ന ആനന്ദവർമ്മയുടെ നേരെ മിഴികൾ തിരിച്ചു. വർമ്മ ഒന്ന് തലയനക്കി. പിന്നെ കുളക്കരയിലെ തിരക്കിൽ നിന്ന് സർക്കിളിനെയും കൂട്ടി അല്പം അകലേക്ക് മാറി നിന്നു. സബ് ഇൻസ്പെക്ടറും കൂട്ടരും മത്സർ തയ്യാറാക്കുന്ന തിരക്കിൽ വ്യാപൃതരായിരുന്നു. ഇൻസ്പെക്ടർ കുളവും പരിസരവും അസീസ് താമസിച്ചിരുന്ന മുറിയുമെല്ലാം വിശദമായി പരിശോധിച്ചു. സംശയിക്കാൻ മാത്രം നേരിയൊരു തെളിവ് പോലും കണ്ടെത്താനായില്ല. വീണ്ടും കുളപ്പടികളിൽ തന്നെ ശങ്കിച്ചു നിൽക്കാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. കുളത്തിന്റെ മുകളിലത്തെ പടിവരെ നനഞ്ഞിരിക്കുന്നത് അയാൾക്കൊരു തലവേദനയായി. ഒരു ദിവസം കൊണ്ട് വറ്റിയിറങ്ങിപ്പോയതുപോലെയാണ് കുളം കിടക്കുന്നത്. ജലോപരിതലത്തിൽ അസീസിന്റെ ചെരിപ്പുകൾ പൊന്തിക്കിടക്കുന്നു. കുളത്തിലിറങ്ങിയും അവർ പരിശോധിച്ചു. ഒരാൾക്ക് മുങ്ങി മരിക്കാനുള്ള വെള്ളമൊന്നും അതിലില്ല. 4-4.5 അടി ഉയരം. അസീസിനെ പോലെ ഒരു 6 അടിയേക്കാരന്റെ നെഞ്ചോളം വെള്ളമേയുള്ളൂ. കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അബദ്ധത്തിൽ വീണ് മുങ്ങി മരിച്ചതാണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അയാൾ ഒരു ചുഴലിദീനക്കാരനാണോ എന്നേ അറിയേണ്ടൂ. അറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ കാത്തിരുന്നേ പറ്റൂ. ആനന്ദവർമ്മ സർക്കിൾ ജയരാജനുമായി വിശദമായി സംസാരിച്ചു. ഇനി അതുകൂടാതെ കഴിയില്ലെന്നൊരു തോന്നൽ. അതിഥിയായി വന്ന ആളാണ് അപമൃത്യുവിനിരയായിരിക്കുന്നത്. ഒപ്പം ഫാക്ടറിയിലെ അപകടവും. മറ്റു വല്ലവരോടുമായിരുന്നെങ്കിൽ ജനരോഷം ഇരമ്പേണ്ട സാഹചര്യം. കോവിലകത്താവിടെ ആയതുകൊണ്ട് ആരും എതിര് പറയുന്നില്ലെന്നേയുള്ളൂ. ആനന്ദവർമ്മ ജയരാജിനെയും കൂട്ടി അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. ജഗന്നാഥവർമ്മ തൻ്റെ കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു. അദ്ദേഹം ഇന്ന് നേരം വെളുത്തിട്ട് എഴുന്നേൽക്കുകയോ ജലപാനം ചെയ്യുക പോലും ഉണ്ടായില്ല. ഒരേ ദിവസം നടന്ന 2 മരണങ്ങൾ അദ്ദേഹത്തെ അടിപ്പെടുത്തിയിരിക്കുന്നു. മക്കളല്ലെങ്കിലും മക്കളെപ്പോലെ പ്രധാനമാണ് തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ആ 2 ജീവനും. അന്യരുടെയാണെങ്കിലും ഒരു മരണവാർത്ത അദ്ദേഹത്തെ ദുഃഖിപ്പിക്കും. സർക്കിളിനെ കണ്ട് തമ്പുരാൻ ബന്ധപ്പെട്ട് എഴുന്നേറ്റു. അങ്ങ് കിടന്നോളൂ, ഇവിടം വരെ വന്നപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കയറിയതാണ്. ആനന്ദവർമ്മ പറഞ്ഞിട്ടും ഇരിക്കാതെ ഒഴിഞ്ഞുകൊണ്ട് സർക്കിൾ വിനയാനീതനായി. തമ്പുരാൻ പക്ഷേ എണീറ്റിരിക്കുക തന്നെ ചെയ്തു. മനസ്സിനേറ്റ ആഘാതം ക്ഷീണമായി അദ്ദേഹത്തിന്റെ അംഗപ്രത്യംഗം പിടികൂടിയിരിക്കുന്നു. പെട്ടെന്നൊരു ദിവസം കൊണ്ട് വാർദ്ധക്യം ഏറ്റുവാങ്ങിയ ഒരാളെ പോലെ. എല്ലാം കുട്ടൻ പറഞ്ഞു കാണില്ലേ? എന്താ ഇങ്ങനെയൊക്കെയെന്ന് ഒന്ന് പറഞ്ഞു തരാൻ കഴിയോ? തമ്പുരാന്റെ ഇടറിപ്പോയ വാക്കുകൾ കേട്ട് ജയരാജ് മുഖം കുനിച്ചു. നമുക്കത് കണ്ടുപിടിക്കാം. അങ്ങ് പതറാതിരുന്നാൽ മതി. എല്ലാറ്റിനും വഴിയുണ്ടാക്കാം. എനിക്കൊന്നേ അറിയണ്ടൂ. പെട്ടെന്നൊരു ദിവസം മുതൽ കോവിലകത്തിങ്ങനെ ഉണ്ടാകാൻ എന്താണ് കാരണം? അതുമാത്രം അറിഞ്ഞാൽ മതി. അത്രയും അറിഞ്ഞാൽ ബാക്കിയുള്ളതിനൊക്കെ പോംവഴിയുണ്ട്. അങ്ങേക്ക് വന്ന ഫാക്സ് സന്ദേശങ്ങൾ ഇവിടെ ഉണ്ടാകുമല്ലോ, അതൊന്ന് കാണാൻ തരപ്പെടുമോ? സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജ് ചോദിച്ചു. കുട്ടാ, ഇൻസ്പെക്ടർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. ഞാനും ഒരു മടയത്തരം കാണിച്ചില്ലേ എന്നൊരാശങ്ക. അത് വന്ന അന്ന് തന്നെ നിങ്ങളെ ഏൽപ്പിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ രണ്ടാമത് വന്നപ്പോഴെങ്കിലും. കേരളത്തിലെ പോലീസുകാർക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒരു കേസും ഈ നാട്ടിലുണ്ടാകില്ലെന്ന് എനിക്കറിയാം. അവരുടെ ആത്മാർത്ഥത അംഗീകരിക്കാനുള്ള മനസ്സുകൂടി ഉണ്ടാകണമെന്ന് എത്ര. ആ വല്ലാത്ത നിമിഷത്തിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥനെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളാണ് വർമ്മ പറഞ്ഞത്. ജയരാജനും സന്തോഷമായി. കോവിലകത്ത് വന്ന 2 ഫാക്സ് സന്ദേശങ്ങളും ആനന്ദവർമ്മ ജയരാജിനെ ഏൽപ്പിച്ചു. ഞാൻ ഇതൊന്ന് കൊണ്ടുപോകും, പിന്നീട് തിരിച്ചെത്തിക്കാം. കടലാസുകളിലേക്കൊന്ന് നോക്കി. പിന്നെ അത് സൂക്ഷിച്ച് മടക്കി പോക്കറ്റിൽ നിക്ഷേപിച്ചു. കുറച്ചു നേരം കൂടി തമ്പുരാനോട് സംസാരിച്ചിരുന്നിട്ട് ജയരാജ് കുളക്കരയിലേക്ക് മടങ്ങി. എല്ലാം കഴിഞ്ഞ് സർക്കിൾ ഓഫീസിൽ മടങ്ങിയെത്തുമ്പോൾ ജയരാജിനെ കാത്ത് അവിടെ ഒരു ഫാക്സ് സന്ദേശം കിടപ്പുണ്ടായിരുന്നു. കസേരയിൽ ഇരിക്കും മുമ്പ് അദ്ദേഹം ആ സന്ദേശം തുറന്നു. പൂർത്തിയാക്കാൻ കഴിയാതെ പോകുന്ന ഒരു അന്വേഷണവും പ്രഗത്ഭനായ ഒരു പോലീസ് ഓഫീസർക്ക് ഭൂഷണമായിരിക്കില്ല. ചെറുപ്പത്തിന്റെ തിളപ്പിൽ എടുത്തു ചാടുന്നത് അപകടത്തിലേക്കായിരിക്കുമെന്ന് മുന്നറിയിപ്പ് തരാനാണ് ഈ കത്ത്. കോവിലകത്തെ ദുരന്തങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ആ തീരുമാനം ഇപ്പോഴേ ഉപേക്ഷിച്ചോളൂ. ആ അന്വേഷണം ഏറ്റെടുക്കാതിരിക്കുന്ന പക്ഷം വർമ്മമാരുടെ പിന്നാലെ അങ്ങേ ലോകത്തേക്ക് പോകാതിരിക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിയും. ബുദ്ധിപൂർവ്വം ആലോചിക്കുക, പ്രവർത്തിക്കുക. കോവിലകത്തെ ദുരന്തങ്ങൾ അവർ വില കൊടുത്ത് വാങ്ങിയ വിധിവിധമാണ്. ആരൊക്കെ അന്വേഷിച്ചാലും നടക്കേണ്ടത് അവിടെ നടക്കുക തന്നെ ചെയ്തു. അതൊഴിവാക്കാൻ 1 അല്ല
100 ജയരാജന്മാർ വന്നാലും സാധിക്കില്ലെന്നോർത്തോളൂ. കത്ത് വായിച്ച് സ്തംഭിച്ചു പോയതുപോലെ ജയരാജ് കസേരയിലേക്ക് വീണു. കയ്യിലിരിക്കുന്ന കത്തിലെ അത്ഭുതം ഉൾക്കൊള്ളാനാവാത്തതുപോലെ. തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന് കേട്ടിട്ടേയുള്ളൂ. ഇപ്പോൾ അത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമായിരിക്കുന്നു. കോവിലകത്തെ ദുരന്തങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന മനസ്സിൽ വിചാരിച്ചതേയുള്ളൂ. കേസ് ഏറ്റെടുത്തു പോലുമില്ല. കേസ് ഫയൽ തുറന്നില്ല. കോവിലകത്തേക്ക് താൻ കയറുന്നത് പോലും ഇപ്പോൾ ആദ്യമായാണ്. ജഗന്നാഥവർമ്മയുടെ ശത്രു മുൻകൂട്ടി കണ്ടിരിക്കുന്നു. കത്തുകൾ 3 പടക്കി പോക്കറ്റിൽ തന്നെ നിക്ഷേപിച്ച് ജയരാജ് റൈറ്ററെ വിളിച്ചു. ഈ സന്ദേശം ഇവിടെ കൊണ്ടുതന്നതാരാണ്? കത്തിലെ ഭീഷണി അവഗണിക്കാൻ തന്നെയായിരുന്നു ജയരാജിന്റെ തീരുമാനം. ഈ ചോദ്യത്തിനുത്തരം ലഭിക്കുന്നതോടെ, അല്ല, ആ ചോദ്യം ചോദിക്കുന്നതിലൂടെ തന്നെ തന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജയരാജ് ഒന്ന് പുഞ്ചിരിച്ചു. കുറച്ചു മുന്നേ കിട്ടിയതാണ്. അത് ആ സ്ഥാപനത്തിന്റെ മെസ്സഞ്ചർ തന്നെയാണ് കൊണ്ടുവന്നത് സാർ. ഞാനാണ് അത് ഒപ്പിട്ട് വാങ്ങിയത്. ജയരാജ് തലകുലുക്കി. എന്താണെന്ന് ഉത്കണ്ഠ അയാളുടെ മിഴികളിൽ. ഇല്ല, ഒന്നുമില്ല. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കത്താണത്. ആരാണ് എത്തിച്ചതെന്ന് അറിയാൻ മാത്രം. അദ്ദേഹം എണീറ്റ് തൊപ്പി തലയിൽ വെച്ചു. മേശപ്പുറത്ത് നിന്ന് ജീപ്പിന്റെ കീയും എടുത്ത് പുറത്തേക്കിറങ്ങി. താൻ കോവിലകത്ത് തമ്പുരാനുമായി സംസാരിച്ചിട്ട് 2-3 മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. തിരിച്ച് ഓഫീസിലെത്തുന്നതിന് മുമ്പ് ഭീഷണി കത്തെത്തിയിരിക്കുന്നു. തന്റെ ചലനങ്ങൾ ഇത്ര കൃത്യമായി എഴുതിയ ആൾ അറിഞ്ഞതെങ്ങനെ? കോവിലകത്തിന് സമീപത്ത് തന്നെയുള്ള ആരോ ആയിരിക്കില്ല ഇതിനു പിന്നിൽ? അതോ കോവിലകത്ത് തന്നെയുള്ള ആരെങ്കിലും? ഏതായാലും കോവിലകത്തേക്ക് തന്നെ ഒരിക്കൽ കൂടി പോകാനാണ് ജയരാജ് തീരുമാനിച്ചത്. ജീപ്പ് കോവിലകത്തിന്റെ മുന്നിലെത്തുമ്പോൾ ആനന്ദവർമ്മ പുറത്തേക്കെങ്ങോ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. എങ്കിലും ജയരാജിനെ കണ്ട് അദ്ദേഹം പുറത്തേക്കിറങ്ങി വന്നു. വീണ്ടും എന്തേ എന്ന ചോദ്യഭാവം ആ കണ്ണുകളിൽ. അങ്ങ് എവിടേക്കോ യാത്രയാണെന്ന് തോന്നുന്നല്ലോ. അതെ, ഞാനും കൂടി പോകാതെ പറ്റില്ല. ഒരു വിമാനം ചാർട്ട് ചെയ്യണം. അബ്ദുൽ അസീസിന്റെ ജഡം ഡൽഹിക്ക് അയക്കണം. അവിടുന്ന് അയാളുടെ ബന്ധുക്കൾ വരുന്നുണ്ട്. എന്നാലും അവരല്ലല്ലോ അത് ചെയ്യേണ്ടത് എന്നൊരു തോന്നൽ. ഇവിടെ വെച്ച് ഇങ്ങനെയൊരു ദുരന്തമുണ്ടായപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയല്ലോ ചെയ്യേണ്ടത്. നിർദ്ദേശം നൽകിയാൽ അത് ചെയ്യാൻ അനേകം പേരുണ്ടെങ്കിലും ആനന്ദവർമ്മ സ്വയം ഇറങ്ങിത്തിരിക്കാനാണ് ഒരുങ്ങുന്നത്. കോവിലകത്തിന്റെ മാന്യത അതാണ്. ഇപ്പോൾ വേണമെന്നില്ല. എനിക്കിവിടുത്തെ എല്ലാ അംഗങ്ങളെയും ജോലിക്കാരെയും ഒക്കെ ഒന്ന് പരിചയപ്പെടണം. വിപുലമായ ഒരു അന്വേഷണത്തിന് പ്രാപ്തനാണോ ഞാനെന്ന് സംശയമുണ്ടെങ്കിലും അത് ചെയ്യാതെ വയ്യെന്നായിരിക്കുന്നു. മറ്റൊരാളെ ഏൽപ്പിക്കാനും ഇനി ഉദ്ദേശമില്ല. ഇത് കണ്ടോ അങ്ങ്? ഇതൊന്ന് കാണിക്കാൻ കൂടിയാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്നത്. തനിക്ക് വന്ന മെസ്സേജ് ജയരാജ് ആനന്ദവർമ്മയെ കാണിച്ചു. അത് വായിച്ച് അദ്ദേഹം നടുങ്ങുന്നത് വ്യക്തമായും അയാൾ ശ്രദ്ധിച്ചു. ഒരു ചെറിയ സംശയമേയുള്ളൂ. ഇതയച്ചത് കോവിലകവുമായി അടുത്ത ബന്ധമുള്ള ആരോ ആയിരിക്കില്ലേന്ന്. ഒരു വേള തമ്പുരാനുമായി ഞാൻ സംസാരിച്ചതുപോലും അറിഞ്ഞു കഴിഞ്ഞതാണ് അയച്ചിരിക്കുന്നതെന്നും വ്യക്തമല്ലേ? ജയരാജിന്റെ കണ്ണുകൾ ആനന്ദവർമ്മയുടെ മുഖത്ത് തന്നെയായിരുന്നു. അങ്ങനെ സംശയിക്കുന്നതിനെങ്ങനെ മിസ്റ്റർ ജയരാജ്? അച്ഛനോട് താങ്കൾ സംസാരിക്കുമ്പോൾ അടുത്ത് ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അതാണ് എനിക്കും അത്ഭുതം. ഒരു പക്ഷേ ഇത് അയച്ച ആളെ ഞാൻ കണ്ടെത്തിയാൽ ആ ചെറുപ്പക്കാരന്റെ മരണത്തിനു പിന്നിലെ ഉദ്ദേശ്യവും തെളിയും. ഇവിടെ നടന്ന മറ്റ് ദുരന്തങ്ങളുടെ ദുരൂഹതയും നീങ്ങും. ഏറ്റവും എളുപ്പം താങ്കൾക്കതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആനന്ദവർമ്മ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ കാറിന്റെ പിൻസിലേറ്റിൽ കയറി ഡോറടിച്ചു. ചാമുണ്ടി കോവിലിന്റെ പൊട്ടിയടർന്ന പ്രദക്ഷിണ പഥത്തിലൂടെ ഒരു മണൽത്തരിയെ പോലും നോവിക്കാതെയാണ് ദുർഗ നടന്നത്. ഇരുന്നിരുന്ന് വീഴുന്ന മകരമഞ്ഞിന്റെ കുളിരറിഞ്ഞില്ല. തന്നെ കൂടാതെ വേറെ ആരൊക്കെ ക്ഷേത്രത്തിലേക്ക് വരുന്നു പോകുന്നു എന്ന് തിരക്കിയില്ല. നേരം പുലർന്നു വരുന്ന ഈ നേരത്ത് വളരെ അപൂർവമായേ തന്നെ കൂടാതെ മറ്റാരെയെങ്കിലും കാണാറുള്ളൂ. അതുവല്ല പിറന്നാളുകാരുമായിരിക്കും. കോവിലിന്റെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന അരളികൾ നിറയെ പൂവിട്ടിരിക്കുന്നു. ചൂടാൻ ഉപയോഗിക്കാത്ത പൂവാണെങ്കിലും ദുർഗ കൈനീട്ടിയൊരു പൂവെടുത്ത് തലയിൽ ചൂടുകയും ചെയ്തു. മഞ്ഞിൽ കുതിർന്നിറങ്ങി നിൽക്കുന്ന ആ അരളിച്ചെടിയും കുറച്ചു നാളായി ഉണരുന്നത് ദുർഗയുടെ കരസ്പർശമേറ്റാണ്. 3 പ്രദക്ഷിണം. ഓരോ പ്രദക്ഷിണത്തിലും ദുർഗ ഓരോ പൂവിറുക്കും. അങ്ങനെ 3 പ്രദക്ഷിണങ്ങളും 3 പൂക്കളും. കഴിഞ്ഞ 2.5 മാസമായി ഒറ്റ ദിവസം പോലും മുടങ്ങാതെ ആവർത്തിക്കുന്ന ശീലം. 30 വയസ്സുകാരിയായ ഒരു യുവതി നിത്യവും എങ്ങനെ ക്ഷേത്രത്തിൽ പോകുമെന്ന്
ചിലരെങ്കിലും നെറ്റി തുളിക്കുന്നത് ദുർഗ അറിഞ്ഞിരുന്നു. അങ്ങനെ പോകാൻ വയ്യായികയുള്ള നാളുകൾ തനിക്ക് പതിവില്ലെന്ന് താമസിക്കുന്ന വീട്ടിലുള്ളവരെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതോർക്കുമ്പോൾ ദുർഗ ഒന്ന് ഊറിച്ചിരിക്കും. എന്തൊക്കെ പറഞ്ഞാണ് താൻ ഓരോരുത്തരെയും വിശ്വസിപ്പിച്ചിരിക്കുന്നത്? ഇനി എന്തൊക്കെ പറയേണ്ടി വരും? എന്ത് തന്നെയായാലും മണിമംഗലം തറവാട്ടിൽ ആർക്കും ഇന്നോളം ഒരു സംശയവും ഉണ്ടായിട്ടില്ലെന്നുറപ്പാണ്. ഏറിയാൽ ഇനി 1 മാസം കൂടി, അത്രയേ വേണ്ടൂ. അതുവരെ ഇതുപോലെ തന്നെ കഴിഞ്ഞുകൂടാമെന്നുറപ്പുണ്ട്. പ്രദക്ഷിണം പൂർത്തിയാക്കി ദുർഗ ശ്രീകോവിലിന് മുന്നിൽ ചെന്ന് ഒരിക്കൽ കൂടി കൈകൂപ്പി പിന്തിരിഞ്ഞു. ശ്രീകോവിലിന് താഴെ പതിവ് പോലെ തിരുമേനിയുണ്ട്. തീരെ ദരിദ്രയായ ദേവിക്ക് അതിലും ദരിദ്രനായ പൂജാരിക്കൂട്ട്. ക്ഷേത്ര ദർശനത്തിന് ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തു നിൽപ്പാണ് തിരുമേനി. ആരെങ്കിലും വന്നാൽ വരുന്നവർ എന്തെങ്കിലും നൽകിയാൽ അതുകൊണ്ട് വേണം അന്ന് പുലരാൻ. മിക്കവാറും ദിവസങ്ങളിൽ ആരും തന്നെ വരാനുണ്ടാവില്ലെന്നാണ് നേര്. താൻ വരാൻ തുടങ്ങിയതിനു ശേഷം 10 പേരെ ഒരുമിച്ച് ഒരിക്കലും കണ്ടിട്ടില്ല. പാവം തിരുമേനി. വന്ന ദിവസം തന്നെ എല്ലാം അറിയാൻ കഴിഞ്ഞു. ആദ്യ ദിവസം നല്ലൊരു ദക്ഷിണ നൽകി. അത് കയ്യിൽ വാങ്ങുമ്പോൾ ആ വൃദ്ധ നയനങ്ങളിൽ വിസ്മയം വിടർന്നത് വ്യക്തമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും അത്രയും തുക ഒരുമിച്ച് ആരും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടാവില്ല. ഇത് മുഴുവൻ എനിക്കോ? തിരുമേനി ചോദിക്കുകയും ചെയ്തു. അതെ, ഞാൻ ഇവിടെ മുടങ്ങാതെ 101 ദിവസം സന്ദർശനം നടത്താൻ വന്നതാണ്. മണിമംഗലത്താണ് താമസം. ഇനി തീരുന്ന ദിവസമാകാം ദക്ഷിണ. തിരുമേനി ദുർഗയുടെ മുഖത്ത് സംശയത്തോടെ നോക്കി. മണിമംഗലത്തോ? അവിടുത്തെ ആരാ കുട്ടി? ദേവൂട്ടിയമ്മയുടെ? ആരുമല്ല, ഞാൻ അവിടെ കുറച്ചു കാലം വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ. ഇവിടെ ഒരു നൃത്തവിദ്യാലയം തുടങ്ങണമെന്നുണ്ട്. പിന്നെ ഇവിടെ 101 ദിവസത്തെ ദർശനം. ചാമുണ്ടേശ്വരി എനിക്ക് പ്രിയപ്പെട്ട ദേവിയാ. അതേ കുട്ടി, വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ശക്തിയുള്ളവളാ. പറഞ്ഞിട്ടെന്താ, ഇരിക്കുന്നത് കണ്ടില്ലേ? കരിക്കൻ വെള്ളത്തിൽ പോലും ഒന്ന് കുളിക്കാൻ യോഗമില്ലാതെ ഇട്ടിട്ട് പോകാൻ മനസ്സനുവദിക്കാഞ്ഞിട്ടാ. നാട്ടുകാരൊക്കെ ഉപേക്ഷിച്ചെങ്കിലും ഞാനും കൂടി ഇല്ലാണ്ടായാലോ? ഏതായാലും ഇത്ര കാലവും തെണ്ടല് തന്നെയായിരുന്നു ബാക്കിയുള്ളവർക്ക് വിധിച്ചിരുന്ന്. ഇനി മരിക്കും വരെ അതുതന്നെ തുടരുക. തിരുമേനിയുടെ കണ്ണുകൾ നിറഞ്ഞു തോർക്കുന്നു. എല്ലാം കേട്ട് ഒന്നും അറിയാത്ത മട്ടിൽ ചാമുണ്ടേശ്വരി വിഗ്രഹം പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനാവാതെ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ ദുർഗ. നാട്ടിലാർക്കും ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന്റെ പ്രാധാന്യം അറിയില്ല. അതറിയാവുന്നത് കൊണ്ടാണ് എത്ര അകലെ നിന്നായിട്ടും താൻ ഇവിടെ തന്നെ വന്നെത്തിയത്. ചാമുണ്ഡി വിഗ്രഹമുള്ള ഒരു ക്ഷേത്ര പരിസരത്ത് തനിക്കെത്തിയേ മതിയാകുമായിരുന്നുള്ളൂ. ഒരു വെടിക്ക് 2 പക്ഷി. മണിമംഗലം ഗ്രാമത്തിന്റെ തൊട്ടടുത്താണ് ചുളമാനൂർ. ചുളമാനൂരിൽ ചെന്ന് പാർക്കണമായിരുന്നു ആദ്യം കരുതിയത്. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അവിടെയായാലും അതിനടുത്തുള്ള ഗ്രാമമായാലും തനിക്കൊരുപോലെ തന്നെ. കോവിലിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു സ്ത്രീയും 2 പെൺകുട്ടികളും ക്ഷേത്രത്തിലേക്ക് കയറുന്നത് കണ്ടു. ഇന്ന് തിരുമേനിക്ക് ദക്ഷിണയ്ക്ക് യോഗമുണ്ട്. തിരിഞ്ഞു നോക്കിയാൽ തിരുമേനിയുടെ കണ്ണുകളിലെ തിളക്കം കാണാമായിരുന്നു. പക്ഷേ ദുർഗ നോക്കിയില്ല. ആർക്കും അനുഗ്രഹങ്ങൾ വാരിച്ചോരി കൊടുക്കുന്നില്ലെന്നും ചാമുണ്ടേശ്വരി തനിക്കത് വേണ്ടുവോളം തരുന്നുവെന്ന് ആർക്കും അറിയില്ലല്ലോ. ദുർഗ മണിമംഗലത്തെത്തിയപ്പോഴേക്കും പുലരി പ്രഭ ചൊരിയാൻ തുടങ്ങിയിരുന്നു. പത്രക്കാരൻ എറിഞ്ഞിട്ട് പോയ ദിനപത്രമെടുത്ത് കാര്യമായി എന്തോ വായിക്കുകയാണ് അമ്മച്ചി. മണിമംഗലത്തെ കാരണവത്തിയായ ദേവൂട്ടിയമ്മയെ ദുർഗ വിളിക്കുന്നത് അങ്ങനെയാണ്. തൽക്കാലം അങ്ങനെ വിളിക്കാൻ മക്കളാരും അടുത്തില്ലാത്തതുകൊണ്ട് അവർക്കും ആ അമ്മ വിളി ഹൃദ്യമായി. ദുർഗയെ മോളെ എന്നു മാത്രം വിളിക്കാൻ അമ്മച്ചിക്കും താല്പര്യം തോന്നിയത് അങ്ങനെയായിരിക്കും. പഴയതെങ്കിലും വലിയ ആ 4 കെട്ടിൽ അമ്മച്ചിയും മോളും മാത്രമേയുള്ളൂ. ദുർഗയുടെ വരവ് അവരുടെ ഏകാന്തതയ്ക്കും ശമനമായി. അതുവരെ എത്ര പേർ കാലുപിടിച്ചപേക്ഷിച്ചിട്ടും വാടകയ്ക്ക് കൊടുക്കാത്ത 4 കെട്ടിന്റെ ഒരു ഭാഗം ദുർഗ ആവശ്യപ്പെട്ടപ്പോഴേ വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയായിരുന്നു. നാട്ടുകാർക്ക് പോലും അതൊരത്ഭുതമായി. എനിക്കവളെ കണ്ടപ്പോഴേ ഇഷ്ടമായി. പിന്നെ ഒറ്റയ്ക്കുമാണുമല്ലോ വന്നതോ നൃത്തവിദ്യാലയവും നഴ്സറി സ്കൂളുമൊക്കെ തുടങ്ങാനുള്ള ഉദ്ദേശ്യം കൊണ്ട്. ഇതിനു മുമ്പ് വാടകയ്ക്ക് വീട് ചോദിച്ചവരൊക്കെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി വരാനായിരുന്നില്ലേ? അങ്ങനെ വല്ലവർക്കും ഈ 4 കെട്ട് ഒഴിഞ്ഞു കൊടുത്താൽ 1 മാസം കൊണ്ടത് 16 കെട്ടാക്കി മാറ്റില്ലേ? ദേവൂട്ടിയമ്മയുടെ ആ മറുപടിയെക്കുറിച്ചറിഞ്ഞ് ദുർഗ ചിരിച്ചു. അവരുടെ വിശ്വാസം അവരെ പൊറുപ്പിക്കട്ടെ. താൻ ചോദിച്ചാൽ
തനിക്ക് ഒരു മൊഴി ഒറിഞ്ഞു തരാൻ കഴിയില്ലെന്ന് പറഞ്ഞത് ദേവികുട്ടിയമ്മയല്ല, സാക്ഷാൽ ദേവി പോലും ഒഴിഞ്ഞു മാറില്ലെന്ന് തനിക്കല്ലേ അറിയാവൂ. അമ്മച്ചി എന്താ കാര്യമായി വായിക്കുന്നത്? കുവൈറ്റ് യുദ്ധമൊക്കെ എപ്പോഴേ തീർന്നു, മക്കളൊക്കെ ഡ്രാഫ്റ്റ് അയച്ചു തുടങ്ങുകയും ചെയ്തില്ലേ? ദുർഗ ദേവൂട്ടിയമ്മയുടെ പിന്നിൽ ചെന്ന് പത്രത്തിലേക്കൊന്നു നോക്കി. കോവിലകത്തെ ദുരന്തങ്ങളുടെ റിപ്പോർട്ടുണ്ട്. മുഖപേജിൽ തന്നെ 5 കോളം വാർത്തയായി. അബ്ദുൽ അസീസിന്റെ ഒരു ചിത്രവും വാർത്തയ്ക്കൊപ്പം. ഇത് കണ്ടില്ലേ മോളെ, ആ തമ്പുരാന്റെ കോവിലകത്ത് ഇന്നലെ 2 അപകട മരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. തമ്പുരാൻ ഈ വയസ്സുകാലത്ത് എന്തൊരു കഷ്ടകാലമാണെന്നാ ഞാൻ ഓർക്കുന്നേ. ഓ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വാർത്തയാണല്ലോ പത്രത്തിലെന്നുമല്ലേ? അമ്മച്ചി അതൊന്നും വായിക്കണ്ട, എന്നാലെങ്കിലും പേടി സ്വപ്നങ്ങൾ കാണാതെ കിടന്നുറങ്ങാൻ പറ്റുമല്ലോ. ദുർഗ ചിരിച്ചു. ദേവൂട്ടിയമ്മ ഉറക്കത്തിൽ 2 തവണയെങ്കിലും പേടി സ്വപ്നം കാണുന്ന സ്വഭാവക്കാരിയാണെന്ന് ദുർഗയ്ക്കറിയാം. വല്ല ദുരന്ത വാർത്ത കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്ന ദിവസം രാത്രിയിൽ അത് താൻ നേരിട്ട് കാണുമെന്നാണ് അവർ പറയുക. തമ്പുരാന്റെ 2 മക്കളുടെ മരണവാർത്ത അറിഞ്ഞ ദിവസങ്ങളിലും അത് ആവർത്തിച്ചു. ഉറക്കത്തിൽ നിന്ന് ദുർഗയെ വിളിച്ചെണീപ്പിച്ച് അവർ അത് വിശദീകരിക്കുകയും ചെയ്തു. എൻ്റെ മോളെ, കോവിലകത്തി ആ ശവമടക്കിൽ ഞാനും പങ്കുകൊള്ളുന്നതായാണ് കണ്ടത്. ചിതയിൽ വെച്ച് പ്രഭാകരവർമ്മ എന്നെ ഒന്ന് നോക്കി ചിരിച്ചതുപോലെ. അമ്മച്ചിക്ക് കൊട്ടാരവുമായുള്ള ബന്ധം കൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നതാ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ അവിടുത്തെ ജീവനക്കാരിയായിരുന്നില്ലേ? ദുർഗ ദേവൂട്ടിയമ്മയെ ക്ഷമാശ്വസിപ്പിക്കും. 19 കൊല്ലം മുമ്പ് ദേവൂട്ടിയുടെ ജീവിതം ആരംഭിച്ചത് കോവിലകത്ത് നിന്നാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ അമ്മ അവിടുത്തെ തിരുവാതിരാശാത്തിയായിരുന്നത്രേ. അമ്മയോടൊപ്പം കോവിലകത്ത് നിത്യവും പോകുമായിരുന്ന ദിനങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണപ്പൊലിമയോടെ അവർ ദുർഗയെ പറഞ്ഞു കേൾപ്പിക്കും. അന്ന് ഇന്നത്തെ വലിയ തമ്പുരാൻ ജഗന്നാഥവർമ്മ ചെറുപ്പമായിരുന്നു. എന്തൊരു ഭംഗിയായിരുന്നു അന്ന് തമ്പുരാനെ കാണാൻ, ഉദിച്ചുയർന്നു വരുന്ന സൂര്യനെ പോലെ. കൊച്ചായിരുന്നെങ്കിലും ഞങ്ങളൊക്കെ തമ്പുരാൻ വരുന്നതും പോകുന്നതും കാണാൻ തൊടിയിലെ മരച്ചാത്തുകൾക്കിടയിൽ ഒളിച്ചു നിൽക്കുമായിരുന്നു. ആ കാലങ്ങളിലേക്ക് മനസ്സു പായുമ്പോൾ ദേവൂട്ടിയമ്മ വാചാലയാകും. ഒരു വിസ്മൃതിയിൽ എന്നിരുന്നോണമാണ് അവർ ഓരോന്നും പറയുക. ആ കഥകളൊക്കെ കേൾക്കുന്നത് ദുർഗയ്ക്കും ഇഷ്ടമായിരുന്നു. പകൽ നേരങ്ങളിൽ പതിവുള്ള ഉച്ചമയക്കത്തിന് പോലും ദേവൂട്ടിയമ്മയെ അനുവദിക്കാതെ ദുർഗ അവരെ കൊണ്ട് ആ കഥകൾ പറയിക്കും. ചില കഥകൾ പറയുമ്പോൾ ഇപ്പോഴും അവരുടെ മുഖത്തേക്ക് നാണമിരച്ചു കയറുന്നത് കാണാം. മറ്റു ചിലപ്പോൾ അഭിമാനം. ഒരു വേള കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്യും. അത് ഉറ്റ കൂട്ടുകാരിയായിരുന്ന ആനന്ദവല്ലിയെക്കുറിച്ച് പറയുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് എപ്പോഴും ദേവൂട്ടിയമ്മ പറയാറില്ല. എനിക്കത് ഓർക്കാൻ മേലെ മോളെ, അവളെക്കുറിച്ച് ആലോചിക്കാനുള്ള ത്രാണിയില്ല എനിക്ക്. അവളെ ഏറ്റുവാങ്ങേണ്ടി വന്ന ദുരന്തത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ജഗന്നാഥവർമ്മ തമ്പുരാൻ ഇന്ന് അനുഭവിക്കുന്നതൊക്കെ നിസ്സാരമാണ്. അദ്ദേഹത്തിന് ഇത് അന്നായിരുന്നു അനുഭവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ എനിക്കൊരു വ്യസനവും തോന്നുമായിരുന്നില്ല. ഇന്ന് പക്ഷേ ഇനി എന്തനുഭവിച്ചാലും എന്തുണ്ട് പ്രയോജനം? അതും സ്വന്തം മക്കൾ ആ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് അദ്ദേഹം തളരുമെന്നല്ലാതെ അതുകൊണ്ട് അദ്ദേഹം ചെയ്തതിന് പ്രായശ്ചിത്തമാകില്ലല്ലോ. ഏതായാലും കഷ്ടകാലം തന്നെ, അല്ലെങ്കിൽ ഈ വയസ്സുകാലത്ത്. അങ്ങനെ ഒരു മധ്യാഹ്ന വേളയിൽ ദേവൂട്ടിയമ്മ പറഞ്ഞു തീർത്ത കഥകൾ കേട്ടുകഴിഞ്ഞാണ് ഉള്ളിലെ തേങ്ങലുമടക്കി ദുർഗ തൻ്റെ മുറിയിലേക്ക് കയറിയത്. ദേവൂട്ടിയമ്മ അവരുടെ ഉറക്കറയിലേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. ദുർഗ മണിമംഗലത്തെത്തിയിട്ട് 4-5 ദിവസങ്ങളേ ആയുള്ളൂ. പിറ്റേന്ന് വെള്ളിയാഴ്ച. അന്ന് മുതലാണ് 101 ദിവസത്തെ ക്ഷേത്രദർശനം തുടങ്ങാൻ അവൾ തീരുമാനിച്ചിരുന്നത്. മുറിയിൽ കയറിയ ദുർഗ വാതിലടിച്ച് തഴുതിട്ടു. കട്ടിലിനടിയിൽ നിന്ന് ഒപ്പം കൊണ്ടുവന്ന തടിപ്പെട്ടി മുന്നിലേക്ക് വലിച്ചു നീക്കി വെച്ചു. ആ പെട്ടിയുടെ അടിയിൽ നിന്ന് വിറകൈ കൊണ്ടാണ് അവൾ ചെല്ലം പുറത്തെടുത്തത്. ഒരു ചെറിയ തടിപ്പെട്ടി തന്നെയായിരുന്നു അത്. ആ ചെല്ലത്തിനുള്ളിൽ നിന്ന് സ്വർണം കെട്ടിയ രുദ്രാക്ഷമാലയുടെ ഒരു കഷണമാണ് അവൾ വെളിയിലെടുത്തത്. ആ മാലക്കഷ്ണം നെഞ്ചിലും കണ്ണിലും അണച്ച് ദുർഗ വിങ്ങിക്കരഞ്ഞു. എൻ്റെ അമ്മേ, നാളെ മുതൽ ഈ മകൾ തുടങ്ങുകയാണ്. മണിമംഗലം തറവാടിൻ്റെ വളപ്പിൽ അപ്പാടെ ചന്ദനത്തിരിയും അഷ്ടഗന്ധവും പുകയുന്ന മണം പടർന്നു കിടന്നിരുന്നു. ഇത് ത്രിസന്ധ്യാ നേരം, വെള്ളിയാഴ്ച ദിവസം. രാവിലെ ഒരു ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്നു ദേവൂട്ടിയമ്മ. ഒരു പക്ഷേ അന്ന് തിരിച്ചെത്തില്ലെന്നും പോകും മുമ്പ് ദുർഗയോട് പറഞ്ഞിരുന്നു. ആകെ കൂടി പറയാനുള്ള ഒരു അമ്മാവനാണ് മോളെ രോഗാതുരനായി കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇനി എണീക്കുമെന്ന് തോന്നുന്നില്ല.
അങ്ങേ ലോകത്ത് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഒന്ന് കണ്ടുപോരാം. അഥവാ തിരിച്ചു പോരാൻ വയ്യാത്ത അവസ്ഥ വല്ലതുമാണെങ്കിൽ അവിടെ ഒരു നാൾ തങ്ങിയെന്നും വരും. ഒറ്റയ്ക്കുറങ്ങാൻ മോക്ക് ഭയമൊന്നുമില്ലല്ലോ? ഉവ്വോ. രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഉടനെയാണ് ദേവൂട്ടിയമ്മ ദുർഗയോട് പറഞ്ഞത്. അവർ അലക്കിത്തേച്ച റൗക്കയും രണ്ടാം മുണ്ടുമൊക്കെ അണിഞ്ഞ് യാത്രക്കൊരുങ്ങി നിൽക്കുകയായിരുന്നു. ഇന്നലെ മുതൽ അങ്ങോട്ടൊന്ന് ചെന്നേ ഒക്കൂ എന്ന് മനസ്സിലൊരു തോന്നൽ. എന്നാൽ അത് വൈകിക്കേണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു. നിവൃത്തിയുണ്ടെങ്കിൽ വൈകിട്ടെത്തും. ദുർഗയുടെ മനസ്സിനിപ്പോൾ പുതിയൊരുന്മേഷം ലഭിക്കുകയാണ് ചെയ്തത്. ആഹ്ലാദം അവൾ മറിച്ചു. ഇത്തരമൊരവസരത്തിന് കാത്തിരിക്കുകയായിരുന്നു താനെന്ന് ഇവരുണ്ടോ അറിയുന്നു? ഒരു പക്ഷേ ഇന്ന് തന്നെ ബന്ധുവിനെ കാണാൻ പോകണമെന്ന ദേവൂട്ടിയമ്മയുടെ തോന്നലിനു പിന്നിൽ? ദുർഗ ചെറുതായൊന്ന് മന്ദഹസിച്ചു. എന്താ മോളെ? ഒരു ദിവസമൊക്കെ പേടിക്കാതെ ഈ തറവാട്ടിൽ കഴിയാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ടമ്മച്ചി. 2 ദിവസം കഴിയുമോ എന്ന് പറയാനാവില്ല. ദേവൂട്ടി അമ്മയും ചിരിച്ചു. ഒന്നും പേടിക്കാനില്ല. അഥവാ അങ്ങനെ വല്ലതും തോന്നിയാൽ മോളെ ചാമുണ്ടി അമ്മയെ ഉറക്കെ വിളിച്ചോളൂ. വിളി കേൾക്കും. അമ്മ വിളിപ്പുറത്തെത്തുകയും ചെയ്യും. അത് പറഞ്ഞിട്ട് ദുർഗയുടെ തോളിൽ വാത്സല്യത്തോടെ 2 തട്ട് തട്ടുക കൂടി ചെയ്തു ദേവൂട്ടിയമ്മ. പടിക്കൽ വരെ ചെന്ന് അവരെ യാത്രയാക്കിയിട്ടേ ദുർഗ തൻ്റെ മുറിയിലേക്ക് പോന്നുള്ളൂ. മണിമംഗലത്തെത്തിയതിനു ശേഷം ഇത്രയും സന്തോഷം തോന്നിയ ഒരു ദിവസം അവൾക്കുണ്ടായിട്ടേയില്ല. മുറിയുടെ മൂലയിലിരുന്ന ചാമുണ്ടി വിഗ്രഹം നോക്കി കൈകൂകുമ്പോഴും ആ പുഞ്ചിരി ദുർഗയുടെ മുഖത്തുണ്ടായിരുന്നു. വാതിൽ ചാരി അവധാനതയോടെ സാരിയും മറ്റും മാറ്റി അണിഞ്ഞിരുന്നതെല്ലാം അഴിച്ചെറിഞ്ഞ് കുറച്ചു നിമിഷം നിൽക്കുക പോലും ചെയ്തു അവൾ. ഏത് വേഷം അണിയണമെന്ന് ആലോചിക്കുകയായിരുന്നു അവളെന്ന് തോന്നി. കൈ ചുവന്ന പട്ടുസാരിയുടെ നേരെ നീണ്ടതുമാണ്. പിന്നെ പിൻവലിച്ചു. കുട്ടികൾ വരാൻ തുടങ്ങുമല്ലോ. ആ ഓർമ്മ സാധാരണ ഉടുക്കുന്ന പരുക്കൻ സാരി തന്നെ അണിയാൻ അവളെ പ്രേരിപ്പിച്ചു. ഏത് വേഷവും ഭംഗിയായി ഇണങ്ങുന്ന ശരീരപ്രകൃതമാണ് ദുർഗയുടേത്. ഇന്ന്, അതെ ഇന്ന്, ആകപ്പാടെ ദുർഗയുടെ ചലനങ്ങളിൽ ഒരു ഉത്സാഹം ഉടലെടുത്തിരുന്നു. 8 മണി കഴിഞ്ഞപ്പോഴേക്കും നഴ്സറിയിലേക്ക് അക്ഷരം പഠിക്കുന്ന കുട്ടികളെത്തി. ഉത്സാഹത്തോടെ തന്നെ അവരെയൊക്കെ സ്വീകരിച്ചെങ്കിലും ദുർഗ അന്ന് ആ കുട്ടികൾക്ക് അവധി കൊടുക്കുകയാണ് ചെയ്തത്. ഇന്ന് ടീച്ചറമ്മയ്ക്ക് ഒരിടം വരെ പോകാനുണ്ട്. അതുകൊണ്ടിന്ന് നമുക്ക് ക്ലാസ് വേണ്ട. കുട്ടികളെ തലോടിക്കൊണ്ടവൾ പറഞ്ഞത് അവരെയും കൊണ്ടുവന്ന രക്ഷിതാക്കളോടായിരുന്നു. അമ്മമാരോടൊപ്പം കുട്ടികൾ മടങ്ങുന്നത് വരെ നോക്കി നിന്നു. ഉച്ച കഴിഞ്ഞാണ് ഡാൻസ് ക്ലാസ്. അവരെയും ഇന്നൊഴിവാക്കിയേ പറ്റൂ. കാത്തിരുന്ന് വീണു കിട്ടിയ ഈ ഒറ്റ ദിവസം ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവരുടെ പഠനം പൂർത്തിയാക്കും. അഥവാ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ? ഒരു നിമിഷം ദുർഗയുടെ ചിന്ത ആ വഴിക്ക് തിരിഞ്ഞു. അടുത്ത ക്ഷണത്തിൽ അത് തിരുത്തുകയും ചെയ്തു. അരുത്, വേണ്ടാത്തതൊന്നും ആലോചിക്കുകയേ അരുത്. തൻ്റെ നിയോഗങ്ങൾക്കിടയിൽ അശുഭചിന്തകൾക്ക് സ്ഥാനമേയില്ല. അയൽക്കാരും വന്ന് ഉപദ്രവിക്കുമെന്ന് ഭയക്കേടേണ്ട. അതൊരു വലിയ നേട്ടമാണ്. അയൽക്കാരുമായി ദേവൂട്ടിയമ്മ എന്നും ഒരു കൃത്യമായ അകലം സൂക്ഷിച്ചിരുന്നല്ലോ. പത്രം വായിക്കുന്ന മട്ടിൽ ദുർഗ ഉമ്മറത്ത് തന്നെ കുറച്ചുനേരം കൂടിയിരുന്നു. പിന്നെ തൻ്റെ മുറിയിലേക്ക്. ദേവൂട്ടിയമ്മ തറവാട്ട് പടിക്കൽ തെല്ല നേരം സംശയിച്ചു നിന്നു. ചന്ദനത്തിരികളും അഷ്ടഗന്ധവും പുകയുന്ന ഗന്ധം അവരെ പിടിച്ചു നിർത്തുകയായിരുന്നു. ഒപ്പം കർപ്പൂരവാസനയും പറഞ്ഞിട്ടില്ലേ. ഇതെന്താ ദുർഗ ഇന്ന് പതിവില്ലാതെ എന്നോർക്കുകയും ചെയ്തു. ചന്ദനത്തിരികൾ കൊടുത്താറുണ്ട്, അത് പതിവായിട്ടുണ്ട് താനും. ഇതു പക്ഷേ ഭക്തിഭ്രാന്ത് പിടിക്കുകയെന്ന് കേട്ടിട്ടേയുള്ളൂ. ഇവിടെ ദുർഗയ്ക്ക് അതുതന്നെയാണെന്ന് അവർ ആലോചിച്ചു പോയത്. ഈ പ്രായത്തിൽ മറ്റേതെങ്കിലും പെൺകുട്ടികൾക്ക് തോന്നുന്ന കാര്യം വല്ലതുമാണോ ഇത്? 7:30 വെളുപ്പിനുള്ള കുളി, ക്ഷേത്ര ദർശനം, പിന്നെ ആ ദിവസത്തിൻ്റെ 3/4 ഭാഗവും പൂജാമുറിയിൽ തന്നെ കഴിയൽ. ആ മുറിയിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ കഴിയുമെങ്കിൽ ദുർഗയ്ക്ക് അതാണ് ഏറ്റവും ഇഷ്ടമെന്ന് വരെ തോന്നിയിട്ടുണ്ട്. ദേവപൂജയും ആരാധനയും ദേവാലയ ദർശനവും ഒക്കെ നല്ലത് തന്നെ. പക്ഷേ അതിത്രത്തോളമാകാമോ? ചാമുണ്ടി ക്ഷേത്രത്തിലും ഇത് ദീപാരാധനാ നേരമാണ്. ദുർഗയെ വിളിച്ച് താമസം സൃഷ്ടിക്കേണ്ടതെന്ന് ദേവൂട്ടിയമ്മ തീരുമാനിച്ചത്. ഒരു പക്ഷേ താനിന്ന് വരാനിടയില്ലെന്ന് അവൾ കരുതിയിട്ടുണ്ടാവും. ഒറ്റയ്ക്കല്ലേ, പേടിയും കാണും. അതുകൊണ്ട് ഉറക്കം വരും വരെ പൂജാമുറിയിൽ തന്നെ കഴിഞ്ഞുകൂടാമെന്ന് അവൾ കരുതി കാണണം. ഈശ്വരവിശ്വാസിയാണെങ്കിലും ദേവൂട്ടിയമ്മയ്ക്ക്
അത്ര അന്ധമായ വിശ്വാസമൊന്നുമില്ല. ക്ഷേത്രത്തിൽ പോകുന്നതും വല്ലപ്പോഴും ഒരിക്കൽ. ഏതായാലും ദുർഗയുടെ പൂജയിലും പ്രാർത്ഥനയിലുമൊക്കെ അവർക്ക് വിരോധമില്ല. ഒന്നുമില്ലെങ്കിലും തൻ്റെ തറവാട്ടിലാണല്ലോ അത്. അതിൻ്റെ ഗുണം മണിമംഗലത്തുണ്ടാവും. തറവാടിൻ്റെ ഉമ്മറത്ത് കുറേ നേരം ഒറ്റയ്ക്കായിരുന്നപ്പോൾ ദേവൂട്ടിയമ്മയ്ക്ക് മടുത്തു. പതിവായി ദുർഗയുമായി പഞ്ചായത്ത് കൂടുന്ന നേരമാണിത്. അവളുടെ മുറി തുറക്കുന്ന ലക്ഷണമില്ല. താൻ വന്നതറിഞ്ഞാൽ ചിലപ്പോൾ അവൾ മുറിയിൽ നിന്നിറങ്ങി വന്നേക്കും. കുറച്ചു നേരം കൂടി കാത്തിട്ടും ദുർഗ മുറി തുറക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലെന്നായപ്പോൾ അവൾ ആ മുറിയുടെ നേരെ നീങ്ങി. ദുർഗയെ വിളിക്കുക തന്നെ. ആ വാതിലിനോടടുത്ത നേരം പൊടുന്നനെ അവർ നിന്നു. മുറിക്കുള്ളിൽ നിന്ന് ഒരു ചിണുങ്ങൽ, ആരോ കൊച്ചുകുട്ടികളുടെ കൊഞ്ചൽ പോലെ. ദേവൂട്ടിയമ്മയുടെ അത്ഭുതത്തിന് അതിരുണ്ടായിരുന്നില്ല. ആരാണ് ഈ നേരത്ത് ദുർഗയുടെ മുറിയിൽ? ആ ചിണുങ്ങൽ വീണ്ടും കേൾക്കുന്നു. ഒപ്പം ദുർഗയുടെ അടക്കിയ സ്വരവും കേൾക്കുന്നില്ലേ? ഉവ്. ദേവൂട്ടിയമ്മയുടെ ഉള്ളംകാലിൽ നിന്ന് ഉച്ചിയിലേക്കൊരു പരുപ്പ് കയറി. ആരോ ദുർഗയോടൊപ്പം മുറിക്കുള്ളിലുണ്ട്. ആരാവാം അത്? പഠിക്കാൻ വരുന്ന കുട്ടികളോടൊക്കെ കളിതമാശ പറഞ്ഞിരുന്നെങ്കിലും ആരുമായും അവൾ ഒരടുപ്പം സ്ഥാപിച്ചിട്ടില്ലെന്ന് നല്ലോണം അറിയാം. ക്ലാസ് കഴിഞ്ഞും ഇവിടെ തങ്ങാൻ മാത്രം അടുപ്പം ആരുമായുമില്ല. ഇതുവരെ കാണാത്ത ഒരു പുതുമയും ദേവൂട്ടിയമ്മയുടെ ഉത്കണ്ഠയ്ക്ക് കാരണമായിരുന്നു. വാതിൽപ്പാളിയോട് ചെവി ചേർത്ത് വെച്ച് അവർ വീണ്ടും അകത്തെ ശബ്ദം ശ്രദ്ധിച്ചു. വാതിലിൽ മുട്ടി വിളിക്കാൻ ഉയർത്തിയ അവരുടെ കൈ തനിയെ താണു. സ്ത്രീ സഹജമായ ജിജ്ഞാസ ആ മുറിക്കുള്ളിലെ കാഴ്ച ഒന്ന് കാണാൻ അവരെ പ്രേരിപ്പിച്ചത്. പഴയ രീതിയിലുള്ള താഴാണ്. താക്കോൽ പഴുതു മാത്രമേ മുറിയിലേക്കുള്ള ഏകദർശന മാർഗമായുള്ളൂ. ചെറിയൊരു വെന്റിലേഷൻ ഉള്ളത് മുറിയുടെ അങ്ങേപ്പുറത്താണ്. അതിലേ ചെന്ന് നോക്കാൻ ഒരു നിർവാഹവുമില്ല. താക്കോൽ പഴുതിലൂടെ അതിൻ്റെ നേരെയുള്ള ദൃശ്യമേ കാഴ്ചയ്ക്ക് ലഭിക്കുകയും ചെയ്യുള്ളൂ. എന്നാലും വേണ്ടില്ല, മുറിയിൽ എന്താണെന്ന് അറിയണം. ദേവൂട്ടിയമ്മ കുനിഞ്ഞ് ശ്വാസമടക്കി താക്കോൽ പഴുതിലൂടെ മുറിക്കുള്ളിലേക്ക് നോക്കി. 5 തിരിയിട്ട് കൊളുത്തിയ നിലവിളക്ക് കണ്ടു. പിന്നെ ചാഞ്ഞും ചെരിഞ്ഞും പലവട്ടം ശ്രമിക്കവേ നിലവിളക്കിന് മുന്നിൽ പരിപൂർണ നഗ്നയായ ദുർഗ. അവൾ പത്മാസനമിട്ടിരിക്കുകയായിരുന്നു. ആ കണ്ണുകൾ ഏതോ നിർവൃതിയിലെന്നോണം പാതിയടഞ്ഞ് നെറ്റിയിൽ രക്തതിലകം പോലെ വലിയൊരു കുങ്കുമപ്പൊട്ട്. അവളുടെ മുന്നിൽ വിളക്കിൻ്റെ ഇങ്ങേപ്പുറത്ത് ആരോ കൂടിയുണ്ട്. അതാരാണെന്ന് എത്ര ശ്രമിച്ചിട്ടും ദേവൂട്ടിയമ്മയ്ക്ക് കാണാൻ കഴിയുന്നില്ല. ഛേ, ഇവളെന്താ ഇങ്ങനെ നാണമില്ലാതെ? ദേവൂട്ടിയമ്മയുടെ മുഖം ചൊളിഞ്ഞു. ആ മുറിയിൽ അവൾ എന്തിനുള്ള പുറപ്പാടാണ്? തറവാട്ടിൽ ആരുമില്ലാത്ത നേരം നോക്കി. ഛീ, ഇവളൊരു വൃത്തികെട്ടവളായിരുന്നോ? സ്വന്തം മുറിയിലാണെങ്കിലും ശരീരത്ത് നൂൽബന്ധമില്ലാതെ. ഒരിക്കൽ കൂടി ദുർഗയെ നോക്കാൻ അവർ കറപ്പു തോന്നി. പെട്ടെന്ന് ദേവൂട്ടിയമ്മയ്ക്ക് കോപമാണുണ്ടായത്. ഇത്തരം വൃത്തികേടുകൾ ഈ മണിമംഗലം തറവാട്ടിൽ നടപ്പില്ല. താൻ ഇത് അനുവദിക്കില്ല. ഒരു നിമിഷ നേരത്തെ ചിന്തയ്ക്ക് പോലും സമയമെടുക്കാതെ അവർ വാതിലിൽ ഉറക്കെ തട്ടി. ഒപ്പം വിളിക്കുകയും ചെയ്തു. ദുർഗേ, എടി വാതിൽ തുറന്നേ. ധ്യാനത്തിന്റെ ഔപൗമമായ ഏതോ നിർവൃതിയിൽ ലയിച്ചിരുന്ന ദുർഗ ഞെട്ടിയുണർന്നു. അവൾ അടഞ്ഞുകിടക്കുന്ന വാതിലിന് നേരെ തീക്കണ്ണുകൾ തുറന്നു. 2 നിമിഷത്തെ ഇടവേള പോലുമില്ലാതെ ദേവൂട്ടിയമ്മയുടെ മുന്നിൽ ആ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. മുറിക്കുള്ളിലെ പ്രകാശപ്രളയത്തിൽ കുളിച്ച് കലികൊണ്ടു നിൽക്കുന്ന ഭഗവതി രൂപം പോലെ അവൾ നിന്നു. ദേവൂട്ടിയമ്മയ്ക്ക് ഒന്നേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. അടുത്ത ക്ഷണം അവരുടെ തൊണ്ടയിൽ ഒരാർത്തനാദം കുടുങ്ങി. അവർ പിന്നിലേക്ക് വേച്ചു വീണു. ആ വീഴ്ച ഒരു മോഹാലസ്യത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ദുർഗയുടെ മുഖത്ത് വന്യമായൊരു ഭാവം. ഒരു സ്വപ്നത്തിൽ നിന്നൊന്നോണം മുറിവിട്ടിറങ്ങി വന്ന അവൾ ദേവൂട്ടിയമ്മയെ മുറിക്കുള്ളിലേക്ക് എടുത്തുകൊണ്ടുപോയി. ആ വാതിൽ പാളികൾ വീണ്ടും അടഞ്ഞു. അറിഞ്ഞും കേട്ടും ആളുകൾ മണിമംഗലം തറവാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു. അയൽക്കാരൊക്കെ എപ്പോഴേ വന്നു പോയി കഴിഞ്ഞു. തൊട്ടടുത്തുള്ളവർ രാവിലെയും വൈകിട്ടും പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ആ പടി കയറി വന്നു. വരുന്നവരൊക്കെ ദേവൂട്ടിയമ്മയുടെ കട്ടിലിനരികിൽ മൂകമായി നിൽക്കും. അവരുടെ ആ കിടപ്പ് നോക്കി സഹതപിക്കും. എല്ലാം അറിഞ്ഞുകൊണ്ട് പക്ഷെ ഒന്നും പ്രതികരിക്കാനാവാതെ ദേവൂട്ടിയമ്മ കാഴ്ചക്കാരുടെ മുന്നിൽ ഒരു പ്രതിമ പോലെ നിശ്ചലം കിടന്നു. എത്ര ആരോഗ്യമുള്ള സ്ത്രീയായിരുന്നു! 2 ദിവസം മുമ്പ് പോലും ഏതോ ബന്ധുവീട്ടിൽ പോയി മടങ്ങുന്ന ദേവൂട്ടിയമ്മയെ കണ്ടവർ അതിശയിച്ചു. പക്ഷവാതമാണോ ദേവൂട്ടിയമ്മയ്ക്ക്? ദുർഗ ഒപ്പമുള്ളത്
എത്രയോ അനുഗ്രഹമായെന്ന് ഓരോരുത്തരും സമ്മതിക്കുക തന്നെ ചെയ്തു. തളർന്നു വീണെന്ന് പറയുന്ന അവരെ രായ്ക്കു രാമാനം ആശുപത്രിയിൽ കൊണ്ടുപോയതും തിരികെ കൊണ്ടുവന്നതുമൊക്കെ അവൾ ഒരുത്തിയായിരുന്നല്ലോ. ഒരു മകളെക്കാൾ സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും കൂടി പരിചരണം നൽകുന്ന ദുർഗയെ മറ്റ് സ്ത്രീകൾ സമ്മതിച്ചു. ആ പൊങ്കച്ചിന് താമസിക്കാൻ ഇടം കൊടുത്തതുകൊണ്ട് ദേവൂട്ടി രക്ഷപ്പെട്ടു. സ്വന്തം മക്കൾക്കില്ലാത്ത സ്നേഹമല്ലേ അത് അവരോട് കാട്ടുന്നത്? ആരൊക്കെ ഉണ്ടായിട്ടെന്താ? എന്നിട്ടാരാ ഒരു കാര്യത്തിനുതകിയത്? ദേവൂട്ടിയുടെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ച് പൊടിയരിക്കഞ്ഞി ശ്രദ്ധയോടെ സ്പൂൺ കൊണ്ട് കോരിക്കൊടുത്തുകൊണ്ടിരുന്ന ദുർഗയെ മറ്റു സ്ത്രീകൾ മനസ്സാ അഭിനന്ദിച്ചു. മകൾ ഇത്രയും ചെയ്യുമെന്ന് തോന്നുന്നില്ല. മരുമക്കളുടെ കാര്യം പറയാനുമില്ല. ആരുമല്ലാത്ത ആ പെങ്കൊച്ചിന്റെ ആത്മാർത്ഥത സമ്മതിച്ചു കൊടുക്കണം, അയൽക്കാർ അടക്കം പറഞ്ഞു. ദേവൂട്ടിയമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ദുർഗ പറഞ്ഞാണ് അവരറിഞ്ഞത്. സത്യത്തിൽ എനിക്കും അറിഞ്ഞുകൂടാ. അമ്മാവനെയോ മറ്റോ കാണാനാണെന്ന് പറഞ്ഞു പോയ അമ്മച്ചി മടങ്ങി വന്നതും ഞാൻ അറിഞ്ഞില്ല. ഒറ്റയ്ക്കായിരുന്നതുകൊണ്ട് ഞാൻ നേരത്തെ മുറിയിൽ കയറിയിരുന്നു. അമ്മച്ചി എന്തോ കണ്ട് ഭയന്നതുപോലെ ശബ്ദമുണ്ടാക്കിയെന്ന് തോന്നുന്നു. അതോ എന്നെ വിളിച്ചതാണോ എന്നും അറിയില്ല. ഞാൻ ഇറങ്ങി വരുമ്പോൾ അമ്മച്ചി തറയിൽ വീണ് കിടക്കുകയാണ്. വിളിച്ചിട്ട് വിളി കേട്ടില്ല. ദുർഗ സങ്കടത്തോടെ പറഞ്ഞു. ബാക്കി എന്തുണ്ടായെന്ന് അയലത്തെ ചിലർക്കെങ്കിലും അറിവുള്ളതാണ്. ദുർഗ തന്നെയാണല്ലോ അവരെയൊക്കെ വിളിച്ചത്. എല്ലാവരും ചേർന്നാണ് അവരെ എടുത്ത് വാഹനത്തിൽ കയറ്റിയത്. ദേവൂട്ടിയമ്മയുടെ ബോധം അപ്പോഴും തിരികെ ലഭിച്ചിരുന്നില്ല. ആശുപത്രിയിൽ ചെന്ന് പരിശോധനകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഇടത് കൺമതി ഒന്ന് ചലിച്ചത്. അപ്പോൾ നടുക്കുന്ന ഒരു സത്യം അറിയാനും കഴിഞ്ഞു. ദേവൂട്ടിയമ്മയുടെ സംസാരശേഷി നിലച്ചിരിക്കുന്നു. വലതുവശം അപ്പാടെ തളർന്നു പോയിരിക്കുന്നു. ആ കണ്ണുകൊണ്ടാണ് അവർ താക്കോൽ പഴുതിലൂടെ ദുർഗയുടെ പൂജാമുറിയിലേക്ക് നോക്കിയത്. സെറിബ്രൽ ഹെമറേജ്. ഡോക്ടർമാർ ആ രോഗത്തിന് പേരിട്ടതങ്ങനെയാണ്. പെട്ടെന്നുണ്ടാകുന്ന രോഗം. തലയ്ക്കുള്ളിൽ ഏതെങ്കിലും നേർത്ത ഞരമ്പ് പൊട്ടിയോ ക്ഷതമേറ്റോ സംഭവിക്കാവുന്നതാണ്. ചിലർക്ക് ഈ അസുഖം മരണകാരണമാകും. മറ്റു ചിലർ രക്ഷപ്പെടും. അപൂർവം ചിലർ കോമയിൽ എന്നോണം വർഷങ്ങളോളം കട്ടിലിൽ കഴിഞ്ഞെന്ന് വരും. മിണ്ടാൻ വയ്യാതെ, ചലിക്കാൻ കഴിയാതെ, അങ്ങനെ ഉള്ളിൽ ബോധമുണ്ടായെന്ന് വരും. അത് പുറത്തറിയിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കുമെന്ന് മാത്രം. തന്നെ കാണാൻ വരുന്നവരെ ജീവനുള്ള ഇടത് കണ്ണുകൊണ്ട് ദേവൂട്ടിയമ്മ കാണുന്നുണ്ട്. അവരോട് പക്ഷേ പ്രതികരിക്കാൻ കഴിയുന്നില്ല. ആ കണ്ണ് എന്തൊക്കെയോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടുവെന്ന് തോന്നുന്നു. മുറിയിലാകെ ചുറ്റിക്കറങ്ങി മിഴി തങ്ങുന്നത് ദുർഗയുടെ മുഖത്താവും. ആ നേരം ദേവൂട്ടിയമ്മയുടെ ഒറ്റക്കണ്ണിലുണ്ടാകുന്ന വികാരം എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഭയമോ ദൈന്യമോ പകയോ? അവരുടെ നോട്ടത്തിൽ നിന്ന് ദുർഗ വിദഗ്ധമായി ഒഴിഞ്ഞുമാറി. ആർക്കും യാതൊരു സംശയത്തിനും ഇടവരുത്താതെ സന്ദർഭോചിതമായി അമ്മച്ചിക്ക് എന്താ വേണ്ടേ, വെള്ളം കുടിക്കണോ, ഭക്ഷണം വല്ലതും വേണോ എന്നൊക്കെ ദുർഗ പരിചരണത്തിന്റെ തിരക്കിലേക്ക് വ്യാപൃതയാവുകയും ചെയ്യും. ദുർഗ വായിലൊഴിച്ചു കൊടുക്കുന്നതെല്ലാം അവളുടെ മുഖത്തേക്ക് തുപ്പിത്തെറുപ്പിക്കാൻ ദേവൂട്ടിയമ്മ ഉത്കടമായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കഴിയുന്നില്ലല്ലോ. ചുരുങ്ങിയ പക്ഷം ദുർഗയെക്കുറിച്ച് ആരോടെങ്കിലും എന്ന് സൂചിപ്പിക്കണമെങ്കിലുമുണ്ട്. എങ്ങനെ? തൻ്റെ ദുര്യോഗത്തെക്കുറിച്ച് ദേവൂട്ടിയമ്മ ഉള്ളിൻ്റെ ഉള്ളിൽ അലമുറയിട്ട് കരഞ്ഞു. ആരാണിവൾ? യക്ഷിയോ പിശാചിനിയോ? രണ്ടും കൂടിയതോ? രണ്ടിലൊന്നാണെന്ന് തീർച്ച. ഏതായാലും ഭയങ്കരിയാണവൾ. പാമ്പിനാണ് താൻ ഇത്രനാളും പാല് കൊടുത്തതും കൂടെ കിടത്തിയതും. എന്താണ് ഇവളുടെ ഉദ്ദേശം? എന്തിനു വേണ്ടിയാണ് ഇവൾ മണിമംഗലത്തേക്ക് തന്നെ വന്നു കയറിയത്? അന്ന് വൈകിട്ട് പൂജാമുറിയിൽ വെച്ച് കണ്ട രംഗം ദേവൂട്ടിയമ്മയുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അതോർമ്മ വരുന്ന നിമിഷങ്ങളിൽ അവരുടെ ബോധം മറിയും. സന്ദർശകരൊക്കെ പടിയിറങ്ങിപ്പോയി കഴിഞ്ഞു. മണിമംഗലത്ത് ദേവൂട്ടിയമ്മയും ദുർഗയും തനിച്ചായി. അവൾ കട്ടിലിന്റെ ഒരരികിൽ ചെന്നിരുന്നു. ദേവൂട്ടിയമ്മയുടെ ഇടത് കണ്ണിൽ നിന്ന് കവിളിലേക്ക് ഒഴുകിയിറങ്ങുന്ന കണ്ണീർച്ചാൽ പുഞ്ചിരിയോടെ ദുർഗ ചോദിച്ചു. ആ മിഴി ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി ദുർഗയെ. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല അമ്മച്ചി. അമ്മച്ചിയോട് എനിക്ക് ശത്രുതയുമില്ല. പക്ഷേ കുറച്ചു കാലം കൂടി ഞാൻ ആരാണെന്ന് അമ്മച്ചി എന്നല്ല ആരും അതറെ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനൊരു തടസ്സം വന്നപ്പോൾ എൻ്റെ മുന്നിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അമ്മച്ചി ക്ഷമിക്കണം. അമ്മച്ചിക്ക് ഒന്നും സംഭവിക്കില്ല. തീർച്ചയായും മരണം സംഭവിക്കില്ല. എൻ്റെ ദൗത്യം പൂർണ്ണമാകും വരെ ഏതായാലും ഇനി ഇങ്ങനെ കിടക്കുകയേ രക്ഷയുള്ളൂ. അതെൻ്റെ ഒരാവശ്യമാണ്. ദുർഗ
അവർക്ക് മാത്രം കേൾക്കാൻ പറഞ്ഞു. ദേവൂട്ടിയമ്മ അത് കേൾക്കുകയും ചെയ്തു. ഒരു 100 ചോദ്യങ്ങൾ അവളോട് തിരിച്ചു ചോദിക്കണമെന്നുണ്ട്. പക്ഷേ കഴിയില്ല. അവരുടെ ഇടത് കണ്ണു മാത്രം നിറഞ്ഞൊഴുകി. ചാമുണ്ഡി ക്ഷേത്രത്തിലെ ദീപാരാധനാ നേരമായപ്പോൾ അയലത്ത് നിന്നൊരു സ്ത്രീയെ വിളിച്ച് ദേവൂട്ടിയമ്മയ്ക്ക് കൂട്ടിനിരുത്തിയിട്ട് ദുർഗ ക്ഷേത്രത്തിലേക്ക് പോയി. ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം അതാണ് പതിവ്. ആശുപത്രിയിലായിരുന്നപ്പോഴും ക്ഷേത്ര ദർശനം മുടക്കിയിരുന്നില്ല. ഒരു ദിവസം പോലും അത് മുടക്കാനാവില്ല. മോളെ കൊണ്ട് തന്നെ എങ്ങനെയൊക്കെ കഴിയുക? ദേവൂട്ടിയമ്മയുടെ മക്കളെയൊക്കെ വിവരമറിയിച്ചിട്ടില്ലേ? അവർ വൈകുമെങ്കിൽ കമ്പി കൂടി കൊടുക്കാമായിരുന്നില്ലേ? ദീപാരാധന കഴിഞ്ഞു വന്ന ഉടനെ അമ്മച്ചിയുടെ പരിചരണം ഏറ്റെടുത്ത ദുർഗയോട് കൂട്ടിരിക്കാൻ വന്ന സ്ത്രീ ചോദിച്ചു. ആശുപത്രിയിൽ പോയ അന്ന് തന്നെ എല്ലാവർക്കും കത്തുകൾ എഴുതിയിട്ടുണ്ട്. 1-2 ദിവസം കൂടി നോക്കാം. വിവരമൊന്നുമില്ലെങ്കിൽ ടെലഗ്രാം ചെയ്യാം. ഞാനും അങ്ങനെയാ വിചാരിക്കുന്നേ. അല്ലാതെ മോളെ കൊണ്ട് തന്നെ എത്രാണത്ത് വെച്ചാ മോടെ ക്ലാസ്സുകൾ മുടങ്ങിയില്ലേ? എന്റെ കാര്യം സാരമില്ല. അമ്മച്ചി ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ക്ലാസ്സുകൾ എടുക്കും? ആരെങ്കിലും വരുന്നത് വരെ ക്ലാസ്സുകൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. കത്ത് ലഭിച്ചാൽ അവരൊക്കെ ഇങ്ങോട്ട് ഓടി വരില്ലേ? ദുർഗ ചോദിക്കുന്നു. പിന്നെ ഉള്ളിൽ പുഞ്ചിരിക്കുന്നു. നിഗൂഢമായ ആ പുഞ്ചിരി പക്ഷേ പുറത്താർക്കും കാണാൻ കഴിയില്ല. ദേവൂട്ടിയമ്മയുടെ മക്കൾക്ക് കത്തയച്ചു എന്നത് നേരാണ്. അമ്മച്ചിയുടെ കണക്കെഴുതുന്ന ബുക്കിൽ നിന്ന് മക്കളുടെ വിലാസങ്ങൾ തേടിപ്പിടിച്ചതും കത്തെഴുതിയതും താനാണ്. അത് പോസ്റ്റ് ചെയ്യാൻ അയൽവീട്ടിലെ കുട്ടിയെ ചട്ടം കെട്ടുകയും ചെയ്തു. അവനത് പോസ്റ്റ് ചെയ്താലും മേൽവിലാസക്കാരെ തേടി ആ കത്തുകൾ ചെല്ലില്ലെന്ന് ദുർഗയ്ക്കല്ലേ അറിയൂ. പോസ്റ്റ് ബാഗിൽ വീണ് കിടക്കുന്ന ആയിരക്കണക്കിന് കത്തുകൾക്കും ലക്ഷ്യമുണ്ടാകും. അവൾ അയച്ച കത്തുകൾക്ക് മാത്രം. ദേവൂട്ടിയമ്മയുടെ കിടപ്പ് കാണുമ്പോൾ ദുർഗയ്ക്ക് സഹതാപമില്ലാതെയല്ല, അതല്ലാതെ മറ്റൊരു പോംവഴിയും മുന്നിലില്ലാഞ്ഞിട്ടാണ്. വേണമെങ്കിൽ ഭയപ്പെടുത്താമായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ തൽക്കാലം അവർ കണ്ട കാഴ്ചയെക്കുറിച്ച് പുറത്താരോടും പറഞ്ഞില്ലെന്ന് വരും. പക്ഷേ പെൺമനസ്സല്ലേ, എപ്പോഴെങ്കിലും രഹസ്യം പുറത്താകും. തന്നെക്കുറിച്ച് ആരും ഇപ്പോൾ അറിയാൻ പാടില്ല. ഒരു ദിവസം അതറിയും. അറിഞ്ഞേ പറ്റൂ. അതന്നു മതി. ആ നേരത്തെ ദേവൂട്ടിയമ്മ കയറി വരുമെന്നറിഞ്ഞതേയിരുന്നില്ല. തീർച്ചയായും കുറേയേറെ നേരം അവർ ആ വാതിൽ പിന്നിൽ നിന്നിട്ടുണ്ടാവും. ആ താക്കോൽ പഴുതും നേരത്തെ അടയ്ക്കേണ്ടതായിരുന്നു. ഏതായാലും ദേവൂട്ടിയമ്മ വീണ ഉടൻ ആദ്യം ചെയ്ത ജോലി അതാണ്. അരയ്ക്ക് വെച്ച് താക്കോൽ പഴുത് അടയ്ക്കുക. അത് കഴിഞ്ഞ് വസ്ത്രം ധരിക്കുന്ന കാര്യം പോലും ശ്രദ്ധിച്ചുള്ളൂ. സംശയം തോന്നിക്കഴിഞ്ഞ സ്ഥിതിക്ക് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാമെന്ന് വെച്ചാലും അത് ഗുണം ചെയ്തെന്ന് വരില്ല. പറഞ്ഞാലൊട്ടവർക്ക് മനസ്സിലായില്ലെന്നും വരാം. ഒറ്റ മാർഗമേ പെട്ടെന്ന് കണ്ടുള്ളൂ: ശബ്ദബന്ധനം. അതെ, നാവടക്കം, ഒപ്പം ശരീരബന്ധനവും. അതിനാണ് വൈദ്യശാസ്ത്രജ്ഞൻ പേര് കണ്ടുപിടിച്ചത്: സെറിബ്രൽ ഹെമറേജ്. കൊള്ളാം, രോഗത്തിന് പറ്റിയ പേരുണ്ടായത് നന്നായി. സാധാരണ ഹെമറേജ് ആണെങ്കിൽ ചികിത്സിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടുമെന്ന് തീർച്ചയാണ്. ദേവൂട്ടിയമ്മയുടെ കാര്യത്തിൽ പക്ഷേ അമേരിക്കയിൽ കൊണ്ടുപോയാലും രക്ഷ കിട്ടില്ല. 1 മാസം അവർ അങ്ങനെ കിടന്നേ പറ്റൂ. ഇങ്ങനെയും ഒരു കണ്ടകശനി അവരുടെ ജാതകത്തിലുണ്ടായിരുന്നിരിക്കാം. നിത്യേന രാത്രിയിൽ താൻ സുഖസുഷുപ്തിയിലാവുന്നതിനു പിന്നിൽ മനസ്സമാധാനമാണെന്നല്ലേ ദേവൂട്ടിയമ്മ പറഞ്ഞത്? കാര്യം തനിക്കല്ലേ അറിയൂ. മാന്ത്രിക നിദ്രയിലായിരുന്നു അവർ ഓരോ രാത്രിയിലും. നീ വന്നതിനു ശേഷം മനസ്സമാധാനത്തോടെ നല്ലതുപോലെ ഉറങ്ങാൻ കഴിയുന്നുണ്ട് മോളെ. നീണ്ടു നിവർന്നു കിടക്കുന്ന ദേവൂട്ടിയമ്മയെ നോക്കി ദുർഗ പുഞ്ചിരിച്ചു. രാത്രി 8-8:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി രോഗവിവരം തിരക്കി ആരും വരാനില്ല. ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന ഗുളികകളുടെ കവറ് പൊളിച്ച് അതൊക്കെ മേശപ്പുറത്തേക്കിട്ടു. ഗുളികകൾ മുറിയുടെ പിന്നാമ്പുറത്തെ കുട്ടിക്കാട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞു അവൾ. ചെറുചൂടുള്ള കാച്ചിയ പാലും ഗ്ലൂക്കോസും ദുർഗ ദേവൂട്ടിയമ്മയ്ക്ക് കൊടുത്തു. പാവം, ആരോഗ്യത്തോടെ കിടക്കട്ടെ. ഒരൊറ്റ ഗുളിക പോലും കഴിക്കേണ്ട ആവശ്യമില്ല അവർക്ക്. വരുന്നവരെ ബോധ്യപ്പെടുത്താൻ ഗുളിക കവറുകൾ മേശപ്പുറത്ത് കിടക്കുകയും വേണം. മക്കളമൊക്കെ വിവരമറിഞ്ഞാലും എത്തിച്ചേരാൻ 10-20 ദിവസങ്ങളെടുക്കും. അതിനു മുമ്പേ തൻ്റെ ഉദ്ദേശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമോ? അതുവരെ ഏതായാലും അവർ ആരും എത്തിക്കൂടാ. അതിനുള്ള മാർഗം തനിക്കറിയാം. ദേവൂട്ടിയമ്മയെ പുതപ്പിച്ച് കിടത്തി. ആ മുറിയുടെ വാതിൽ ചേർത്തടച്ചിട്ട് ദുർഗ തൻ്റെ മുറിയിലേക്ക് കയറി. അരനാഴികയ്ക്കുള്ളിൽ മണിമംഗലം തറവാട്ടിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങളുടെ ഗന്ധം വായുവിൽ പരക്കാൻ തുടങ്ങി. രാവിന്റെ യാമങ്ങളിൽ ഒന്നുകൂടി കഴിഞ്ഞു. രാത്രി പാതിര കഴിയുന്നു. കറുത്ത പക്ഷിക്കാലമാണ്. കൂറ്റാക്കൂറ്റി ഇരുട്ടിന്റെ കനത്ത കമ്പളവും പുതച്ച് പ്രപഞ്ചം
ഉറങ്ങാൻ തുടങ്ങിയ നേരം. ദുർഗയുടെ മുറിയിൽ നിന്ന് പിന്നമ്പുറത്തേക്കുള്ള വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്നു. ചുവന്ന പട്ടുടുത്ത ദുർഗ ഒരു കൊളുത്തിയ എണ്ണത്തിരിയുമായി പുറത്തേക്കിറങ്ങി വന്നു. ഇരു കൈയും കൂപ്പിത്തൊഴുത് ധ്യാനിച്ച് ഒരു നിമിഷം ആ തിരുനാളവുമായി അവൾ നിന്നു. പിന്നെ അത് കൈകൾ വിടർത്തി അന്തരീക്ഷത്തിലേർപ്പിച്ചു. തിരി നിലത്തേക്ക് വീഴുകയുണ്ടായില്ല. ദുർഗയുടെ മുന്നിൽ അന്തരീക്ഷത്തിൽ തങ്ങി നിന്ന തിരുനാളം അടുത്ത ക്ഷണം മുന്നോട്ട് ചലിക്കാൻ തുടങ്ങി. കൂരിരുട്ടിൽ ഒരു തീപക്ഷിയായി വളർന്ന് ഉയർന്ന് ആ ദീപനാളം ഏതോ ഒരു ലക്ഷ്യത്തിലേക്ക് പറക്കാൻ തുടങ്ങി.